ഗ്ലോറി ടു ഗോഡ്. ലിവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെ ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി വലിയ ദൈവനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫിറോഷ് ബ്രദറും ആനിസസും ചേർന്നാണ്. തങ്ങളുടെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് തങ്ങളുടെ 2 മക്കളുടെയും ഭാവി ജീവിതം അനുഗ്രഹിക്കപ്പെടേണ്ടതിനായിട്ടാണ്. പ്രത്യേകിച്ച് മൂത്ത മകൻ ആശിഷിന്റെ വിവാഹത്തിന് വേണ്ടിയാണ് നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നത്. ആ മകന്റെ വിവാഹം ഏറ്റവും അനുഗ്രഹത്തോടെ നടക്കേണ്ടതിനായിട്ട് അതിനുവേണ്ടി ദൈവത്തിന്റെ കരം മുമ്പിൽ നിന്ന് എല്ലാ വഴികളും തുറന്നു കൊടുക്കുകയും ഏറ്റവും അനുഗ്രഹത്തോടെ അത് നടക്കുകയും ചെയ്യേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. അതേപോലെ തന്നെ 2ാമത്തെ മകൻ ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ് ആയിരിക്കുന്നത്. ആ മകന് അവിടുത്തെ ജോലി ഭാരമെല്ലാം മാറി വളരെ ഫ്രീ ആകുകയും ആ ജോലിയിൽ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യേണ്ടതിനായിട്ടും അതേപോലെ തന്നെ ഓസ്ട്രേലിയൻ PR തനിക്ക് ലഭിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ 2 മക്കളുടെയും ഭാവി ജീവിതം അനുഗ്രഹിക്കപ്പെടേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ പ്രിയ ബ്രദറും സിസ്റ്ററും തങ്ങളുടെ പ്രോപ്പർട്ടി സെയിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനകത്തൊരു അത്ഭുത വഴി സ്വർഗത്തിലെ ദൈവം തുറന്നു കൊടുക്കുകയും ചെയ്യേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഫിറോഷ് ബ്രദറിനും ആനിസസിനും ഈ ദിവസങ്ങളിൽ വലിയ സന്തോഷവും സമാധാനവും ദൈവം നൽകേണ്ടതിനായിട്ടും ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. പ്രിയരെ, ഇവർ മുഖാന്തരമാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് കടന്നു പോകുന്നത്. എത്ര പേർ വിശ്വസിക്കുന്നു എൻ്റെ യേശു കടക്കാരനല്ല? അല്ലെങ്കിൽ സുവിശേഷത്തിന് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു നന്മയുണ്ടെന്ന് വിശ്വസിക്കുന്നയാളാണ്. ഹല്ലേലൂയ. എബ്രായ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം ഞാൻ ഇവർക്ക് വേണ്ടി വായിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഈ വചനം ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നുകളയാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. എന്നെ കേൾക്കുന്നവരെ, ഈ വായിച്ചു കേട്ട വാക്യം ഈ കുടുംബത്തിൻ്റെ മേൽ നിവൃത്തിയാകുമെന്ന് വിശ്വസിക്കുന്നു. കാരണം എൻ്റെ ദൈവം മറന്നു കളയുന്നവനല്ല, അവൻ അനീതിയുള്ളവനല്ല. എങ്കിൽ തക്കതായ ഒരു മറുപടി ഈ എപ്പിസോഡ് കഴിയുമ്പോൾ ഇവർക്ക് വേണ്ടി വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. കണ്ണുകളെ നിറയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഫിറോഷ് ബ്രദറിനും ആനിസസിനുമായി പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ മാനിക്കണമേ അപ്പാ. കർത്താവേ, ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന, ഞങ്ങളുടെ നാമത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഈ കുടുംബത്തെ മാനിക്കണം. പ്രത്യേകിച്ച് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് മൂത്ത മകനായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശിഷിനായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ വിവാഹം ഏറ്റവും അനുഗ്രഹത്തോടെ നടക്കേണ്ടതിനായിട്ട് അതിനകത്ത് ദൈവത്തിൻ്റെ ദൂതന്മാർ ഈ മിനിറ്റ് മുതൽ ചലിക്കണമേ. എല്ലാ വഴികളും അങ്ങ് കാക്കേണ്ടതിനായിട്ട് അങ്ങയുടെ കരം വെളിപ്പെടേണ്ടതിനായിട്ട് 91-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യം പറയുന്നു, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. കർത്താവേ, ദൂതന്മാരുടെ ഒരു വലിയ ചലനം ഈ സമയത്ത് സംഭവിക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് 2ാമത്തെ മകനായി പ്രാർത്ഥിക്കുന്നു, അലനായി പ്രാർത്ഥിക്കുന്നു. താൻ ഓസ്ട്രേലിയയിൽ അനുഗ്രഹിക്കപ്പെടേണ്ടതിനായി ഈ വചന സന്ദേശം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തൻ്റെ ജീവിതത്തിനകത്ത് ദൈവപ്രവർത്തികൾ വെളിപ്പെട്ടു വരേണ്ടതിനായിട്ട് കർത്താവെ, എല്ലാ തടസ്സങ്ങളും മാറി തൻ്റെ ജോലിയിൽ അനുഗ്രഹിക്കപ്പെടേണ്ടതിനായിട്ട് കർത്താവെ, ആ ദേശത്തിൽ തന്നോട് നിൽക്കുന്ന എല്ലാ എതിരുകളും മാറുകയാണ്. കർത്താവ് ഇപ്പോൾ മുതൽ തൻ്റെ കരം പിടിച്ച് മുമ്പോട്ട് നടത്തുന്നതിനായി സ്തോത്രം. അങ്ങയുടെ കരം വെളിപ്പെടുന്നതിനായി നന്ദി. തനിക്ക് ആ ദേശത്തിലെ നന്മ PR തുറന്നു കൊടുക്കണമേ അപ്പ. തൻ്റെ നിലയെ അവിടെ മാറ്റുന്നതിനായി സ്തോത്രം. കർത്താവ് എല്ലാ നിലയിലും മാനിക്കണമേ അപ്പ. കർത്താവ് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ മകനൊരു വലിയ വിടുതൽ സ്വർഗം അയച്ചു കഴിഞ്ഞതിനായി സ്തോത്രം. കർത്താവ്, അതേപോലെ തന്നെ കർത്താവ് ഫിറോഷ് ബ്രദറിനും ആനിസസിനുമായുള്ള ഒരു പ്രോപ്പർട്ടിയെ വേഗത്തിലങ്ങ് സെയിൽ ചെയ്യുന്നതിനായി സ്തോത്രം. കർത്താവ്, ഇവരെ അതിരുകൾ വിശാലമാക്കുന്നതിനായിട്ട് ഇവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തു, ഇവരെ സാമ്പത്തിക വഴികൾ തുറക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, ഞാൻ ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മാവിൽ കാണുന്നു ഇവരെ കയ്യിൽ അത്ഭുതങ്ങൾ വെളിപ്പെടുകയാണ്. ഇവർക്ക് വേണ്ടി ദൈവപ്രവൃത്തികൾ സംഭവിക്കുകയാണ്. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു കാണട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്ന ഏവർക്കും മാറ്റം കൊണ്ടുവരുന്നതുമായ തമ്പുരാൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം സഹായിച്ച എല്ലാ വഴികൾക്കും വിധങ്ങൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വചന സന്ദേശത്തിലേക്ക് നമ്മൾ അടുത്തു വരികയാണ്. ഒന്നുകൂടെ ആരംഭത്തിൽ പറയട്ടെ പ്രിയരെ, എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ ഒന്നുമല്ല. കർത്താവ് കഴിഞ്ഞ 2012 മുതൽ എന്നോട് കാണിച്ച ഒരു വലിയ ഫേവറാണ്, കരുണയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് നിൽക്കുന്നത്.
വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങളും ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. കാരണം ഇത് ദൈവത്താൽ നടത്തപ്പെടുന്നതാണ്. ദൈവമാണ് ഇതിനകത്ത് ഓരോ ദിവസവും ഇതിനെ കരം പിടിച്ച് നടത്തുന്നത്. അങ്ങനെ വിശ്വസിക്കുകയും അങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്തു. കാരണം എൻ്റെ കഴിവോ എൻ്റെ പണത്തിൻ്റെ കൂടുതലോ ഒന്നുമല്ല, കർത്താവാണ് ഇതിനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കുന്ന നിങ്ങളും ഈ സമയത്ത് പൂർണ്ണമായി വിശ്വസിക്കാൻ നിങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടും. കാരണം വാതിലുകൾ തുറക്കുന്ന അപ്പോസ്തല പ്രവൃത്തിയിൽ വെളിപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ശിഷ്യന്മാർ ഇനി എല്ലാ വഴിയും അടഞ്ഞു എന്ന് നിൽക്കുമ്പോൾ അവരുടെ മുമ്പിലേക്ക് വെളിപ്പെട്ട പരിശുദ്ധാത്മാവ് അവരുടെ വഴികളെ തുറക്കുകയും അവരെക്കുറിച്ച് ലോകക്കാർ വിളിച്ച വിളി എന്ന് പറയുന്നത് ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരെന്നാണ്. ആത്മാവിൻ്റെ ശക്തി ഇന്ന് എന്നെ കേൾക്കുന്ന ചിലവരുടെ മേലേക്ക് വെളിപ്പെടുകയും അവർക്ക് വേണ്ടി ആർക്കും തുറക്കാൻ പറ്റാത്ത ചില വാതിലുകൾ ദൈവം തുറക്കുകയും ചെയ്തു ഞാൻ വിശ്വസിക്കുന്നു. ആ നിലകളിൽ തന്നെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ബലപ്പെടണം. കാരണം ഞാൻ ഈ വചനത്തെ ഇത്രത്തോളം വിശ്വസിക്കാൻ കാരണം എൻ്റെ 35-ാമത്തെ വയസ്സിൽ ജോലി വിട്ട് ഞാൻ കുടുംബമായി കർത്താവിനെ സേവിക്കുവാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഈ പുസ്തകത്തിനകത്തും മറ്റ് ഗ്രന്ഥങ്ങളെക്കാൾ മറ്റ് മാർഗങ്ങളെക്കാൾ വ്യത്യാസമുണ്ട്. പ്രിയരെ, എന്നെ കേൾക്കുന്നവരെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയും, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് സമാധാനമില്ലെങ്കിൽ സമാധാനം നിങ്ങൾക്ക് ലഭിക്കും. ഞാൻ ഒന്നുകൂടെ വിളിച്ചു പറയും, പ്രതീക്ഷയില്ലാത്തവർക്ക് പ്രതീക്ഷ വെളിപ്പെട്ടു വരും. വഴി അടഞ്ഞു എന്ന് തോന്നുന്നവർക്ക് ഈ വചനം വാതിലായിത്തീരും. കാരണം 107-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കിയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ കുഴിയിൽ നിന്ന് കരകയറ്റുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഇപ്പോൾ നിങ്ങളുടെ മേളിലേക്ക് വെളിപ്പെട്ടു വരികയാണ്, നിങ്ങളുടെ മേളിൽ അത്ഭുതമാകുകയാണ്. ഞാൻ ഒന്നുകൂടെ വിളിച്ചു പറയുന്നു, ഈ വചനത്തിന് നിങ്ങളെ ജീവിപ്പിക്കാൻ കഴിയും, നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിച്ചത്തെ കൊണ്ടുവരാൻ കഴിയും. ഈ വചനം നിങ്ങളുടെ വഴികാട്ടിയാണ്. കാരണം 119-ാം സങ്കീർത്തനം 105-ാമത്തെ വാക്യം പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ ബലപ്പെടുക. 1 സമാധാനം കൊണ്ടുവരുന്ന, 2 നമ്മുടെ ജീവിതത്തിനകത്ത് പ്രതീക്ഷ കൊണ്ടുവരുന്നത്, 3 എല്ലാ വഴികളും അടഞ്ഞെടുത്തുന്നു പുത്തൻ വഴിയെ തുറക്കാൻ കഴിയുന്നത്, 4 ഹല്ലേലൂയ ഇനി ഒരു മാർഗമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് ഇത് ഈ വചനം വഴികാട്ടിയായി തീരുകയാണ്. 5-ാമത്തെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഈ വചനം തരുന്ന പ്രത്യാശ വലുതാണ്. ഹല്ലേലൂയ. ലോകം തരുന്ന പ്രത്യാശ അല്ല കേട്ടോ. എൻ്റെ ഈ വചനത്തിനകത്ത് വ്യക്തമായി വിളിച്ചു പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തവും ജീവനും തന്ന കർത്താവ് നമ്മെ ചേർക്കുവാൻ മടങ്ങി വരും. ഹല്ലേലൂയ. അതൊരു കെട്ടുകഥയല്ലെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ യേശുവിനെ കാത്തിരുന്ന ഒരാൾ പോലും ലജ്ജിച്ചു പോകത്തില്ല. അവൻ എനിക്ക് വേണ്ടി വെളിപ്പെടുമെന്ന് നിങ്ങൾ പൂർണ്ണമായി ആ പ്രത്യാശയിൽ ജീവിക്കുക, ഒരുങ്ങുവാൻ തയ്യാറാകുക. അങ്ങനെ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും ഇന്നത്തെ ഈ വചന സന്ദേശത്തിലേക്ക് ഒരുങ്ങണമെന്ന് ഓർപ്പിക്കുന്നു. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം എന്നോട് പറഞ്ഞു, മനുഷ്യൻ പറഞ്ഞതോ സാഹചര്യം പറഞ്ഞതോ അല്ല നിൻ്റെ ജീവിതത്തിനകത്ത് സംഭവിക്കാൻ പോകുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിൽ ബലപ്പെടാൻ തയ്യാറാകുക. നിൻ്റെ സാഹചര്യങ്ങളുടെ മേളിൽ നിനക്ക് ജയിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. നിന്നെ നോക്കി ഇന്ന് തീർന്നെന്നും തകർന്നെന്നും ഒക്കെ പറയുന്നവർ അവരുടെ വാക്കുകൾ മാറ്റി പറയേണ്ടി വരും. കാരണം എൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. അവനെ ആശ്രയിച്ച ഒരാൾ പോലും ലജ്ജിച്ചു പോകത്തില്ലെന്നുള്ള ഉറപ്പോടുകൂടെ ഈ വചന സന്ദേശം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായവും 28-ാമത്തെ അധ്യായവും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഴം മനസ്സിലാകും. 27-ാം അധ്യായത്തിനകത്ത് ഒരു രീതിയിലും ഇനി പൗലോസും കൂട്ടരും മുമ്പോട്ട് പോകത്തില്ലെന്നുള്ള നിലയിൽ അവർക്ക് വിരോധമായി കാറ്റ് വീശുകയും അവർ നീണ്ട ദിവസങ്ങൾ ചന്ദ്രനെയോ സൂര്യനെയോ കാണാതെ ഇരുട്ടിൽ മുമ്പോട്ട് പോയതായി കാണുകയാണ്. ആ നിലകളിൽ നിന്ന് കപ്പൽ തകർന്നു. ആ തകർച്ചയിൽ നിന്ന് ഇതാ 28-ാം അധ്യായത്തിൽ അവർ എല്ലാവരും രക്ഷപ്പെട്ടു. പൗലോസിനോടുള്ള പ്രോമിസിൽ ഇതാ എല്ലാവരും രക്ഷപ്പെടുകയാണ്. അവർ രക്ഷപ്പെട്ട് കയറുന്നത് മെലീത്തയിലേക്കാണ്. മെലീത്തയിലേക്ക് കയറുമ്പോൾ അവിടെ ആ തണുപ്പ് നിമിത്തം അവിടുത്തെ ബർബരന്മാർ ഇവരോട് ദയവ് കാണിച്ചു. അവർക്ക് ആ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടേണ്ടതിന് ചൂട് കൊള്ളേണ്ടതിനായി ഇതാ വിറകൂട്ടി തീയിട്ട് കൊടുക്കുകയാണ്. ആ തീയിട്ട് കൊടുക്കുമ്പോൾ പൗലോസ് അവരെ സഹായിക്കേണ്ടതിനായിട്ട് ചില വിറകുകൾ പറക്കി തീയിലേക്കിടുകയാണ്. ചില വിറകുകൾ പറക്കി എന്നുള്ളത് വ്യക്തമാണ്. ദൈവത്തെ നിങ്ങൾ ഇടവിടാതെ സേവിക്കുമെങ്കിൽ, മടുത്തു പോകാതെ നിൽക്കാമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിൽക്കുന്ന എതിരുകളെ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയും. ഇതാ ചില വിറകുകൾ പറക്കി തീയിലേക്കിടുമ്പോൾ നമുക്ക് ആ വാക്യത്തിനകത്തേക്കൊന്ന് വരാം. അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിലേക്ക്. പൗലോസ് കുറെ വിറക് പറക്കി തീയിൽ ഇട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവന്റെ കൈക്ക് പറ്റി. ഈ വായിച്ച കണ്ട വാക്യത്തിനകത്ത് ഇതാ ചൂട് നിമിത്തം ഒരു അണലി വന്ന് അവന്റെ കൈക്ക് പറ്റുകയാണ്. എന്നാൽ 4-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ആ ജന്തു അവന്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ ഈ മനുഷ്യൻ കുലപാതകൻ, സംശയമില്ല, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിക്കുവാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. 4-ാമത്തെ വാക്യത്തിനകത്ത് ആ ജന്തു അവന്റെ കൈമേൽ തൂങ്ങുന്നത് കണ്ടപ്പോൾ അവിടുത്തെ ദേശവാസികൾ അല്ലെങ്കിൽ ബർബരന്മാർ പറയുകയാണ്,
ഇവനൊരു കൊലപാതകൻ, സംശയമില്ല, ഇവനിപ്പോൾ ചത്തു വീഴും, ഉറപ്പാണ്. ആ ദേശത്തിന്റെ ചരിത്രം നോക്കിയാൽ ഈ അണലി തൊട്ടവരും അണലി കടിച്ചവരെല്ലാം അവസാനിച്ചിട്ടേ ഉള്ളൂ. അതേപോലെ തന്നെ ബർബരന്മാർ പറയാണ്, ഞങ്ങൾക്കൊരു സംശയമില്ല, ഇവൻ അവസാനിക്കാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്നവർ, ഇതേപോലെ എന്നെ കേൾക്കുന്ന ചില കുടുംബങ്ങൾ ഇന്ന് ആയിരിക്കുകയാണ്. മുമ്പോട്ട് പോകാൻ ഒരു മാർഗവുമില്ല. ജോലിയുടെ വാതിൽ അടഞ്ഞു, കുടുംബമായി ഇനി ഒരു ഉയർച്ച കാണുന്നില്ല. എല്ലാ സാഹചര്യങ്ങളും വിരോധം പോലെയാണ് ആയിരിക്കുന്നത്. ഇങ്ങനെ ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, നിങ്ങൾ ധൈര്യമായിരിക്കുക. കാരണം നിങ്ങളുടെ മേളിൽ പകർന്നിരിക്കുന്ന ആത്മാവിന്റെ ശക്തിയെ നിങ്ങൾ തിരിച്ചറിയുക. ഇതാ പൗലോസ് തിമോത്തിയോസിനോട് പറയുകയാണ്, നിന്റെ മേളിൽ പകർന്നിരിക്കുന്ന ആത്മാവ് ഭീരുത്വത്തിന്റെ ആത്മാവല്ല. ഭയപ്പെടുന്ന അനുഭവങ്ങൾ ദൈവത്തിൽ നല്ല പ്രിയരെ, നിങ്ങളത് തിരിച്ചറിയുക. ഭയപ്പെടുന്നത് ഇന്നലകളുടെ ചരിത്രം നോക്കിക്കൊണ്ടാണ്. ഹല്ലേലൂയ. ഇന്ന് ആരെങ്കിലും രോഗത്തിൽ ഭാരപ്പെടുകയോ ഭയപ്പെടുകയോ ചെയ്യുന്നുണ്ടോ? കടബാധ്യതയിൽ ഭയപ്പെടുകയോ ഭാരപ്പെടുകയോ ചെയ്യുന്നുണ്ടോ? വീട്ടിലെ സാഹചര്യം കണ്ടിട്ട് ഭയപ്പെടുകയോ ഭാരപ്പെടുകയോ ചെയ്യുന്നുണ്ടോ? ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, ഭയമെല്ലാം വരുന്നത് ഇന്നലകളുടെ കാഴ്ചകൾ കണ്ടിട്ടാണ്. ഹല്ലേലൂയ. ഇന്നലകളിൽ ആ രോഗം വന്ന് ആരോ അവസാനിച്ചതും, ഇന്നലകളിൽ ആ കടബാധ്യത വന്നിട്ട് ആരോ വിഷം കഴിച്ചതൊക്കെയാണ് നമ്മുടെ ഉള്ളിൽ പെട്ടെന്ന് വരുന്നത്. അതാണ് നമ്മെ ഭയത്തിലേക്ക് കൊണ്ടുവരുന്നത്. എന്നാൽ നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങളുടെ മേളിൽ പകരപ്പെട്ടിരിക്കുന്ന ആത്മാവ് ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവാണ്. അത് ധൈര്യത്തിന്റെ ആത്മാവാണ്. നിങ്ങൾ ബലപ്പെടാൻ പറ്റുമെങ്കിൽ ബലപ്പെടുക. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, പൗലോസിന് ഭയം വരാത്തിടത്തോളം കാലം ഈ അണലിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഞാൻ ആത്മാവിൽ ഇങ്ങനെ ഒരു കാഴ്ച നിങ്ങളെ നോക്കി വിളിച്ചു പറയും, നിങ്ങൾ ധൈര്യപ്പെടുമെങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിനകത്ത്, നിങ്ങളുടെ ഭവനത്തിനകത്ത് ഒരു അത്ഭുതം കർത്താവ് ചെയ്യാൻ പോവുകയാണ്. ദേശക്കാർ മുഴുവൻ ഇതാ പൗലോസിനെ നോക്കി വിളിച്ചു പറയുകയാണ്, ഇവൻ അവസാനിക്കാൻ പോവുകയാണ്. ചില മിനിറ്റുകൾ അവർ വെയിറ്റ് ചെയ്യുകയാണ്. കാരണം ഈ അണലി ഈ അണലി തൂങ്ങിയവരെല്ലാം ചില മിനിറ്റുകൾക്കുള്ളിൽ അവസാനിക്കുകയാണ്. എന്നാൽ ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഈ ദൂതനെ നിങ്ങൾ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചോ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആ രോഗം വന്നത്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആ പ്രശ്നം വന്നത് നിങ്ങൾ അവസാനിക്കാൻ വേണ്ടിയല്ല, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന് വേണ്ടിയാണ്. പ്രിയനായ ലാസർ ദീനം പിടിച്ചതും മരിച്ചതും ഒന്നും ഹല്ലേലൂയ ദൈവനാമം ദൂഷിക്കപ്പെടാനല്ല. ദൈവം അവനെ പ്രിയനെ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, നിങ്ങൾ പ്രിയ മക്കളാന്ന് ഉറപ്പുണ്ടോ? ദൈവം നിങ്ങളെ വിളിച്ചത് ഹല്ലേലൂയ ദൈവനാമം ദൂഷിക്കപ്പെടുവാനല്ല. ഇന്ന് ഈ എപ്പിസോഡ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ വിശ്വസിക്കുന്ന ജനത്തോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങൾ ഉറയ്ക്കുക, നിങ്ങൾ ബലപ്പെടുക. ഇതുവരെ നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത ചില അത്ഭുതങ്ങളെ കർത്താവ് വെളിപ്പെടുത്താൻ പോവുകയാണ്. ഇസ്രായേൽ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇസ്രായേൽ മക്കളെ 430 വർഷത്തിന് ശേഷം ദൈവം വിളിച്ചിറക്കുകയാണ്. ദൈവം വിളിച്ചിറക്കി തൻ്റെ വാഗ്ദത്ത ദേശത്തിലേക്ക്, കാനാൻ ദേശത്തിലേക്ക് വഴി നടത്തുമ്പോൾ അവരുടെ മുമ്പിൽ ചെങ്കടൽ വെളിപ്പെട്ടു. ഇനി വഴിയില്ലെന്ന് ഫറവോൻ അവരെ നോക്കി വിളിച്ചു പറഞ്ഞു. ഫറവോൻ ഇസ്രായേൽ ജനത്തെ നോക്കി വിളിച്ചു പറയാണ്, അവർ ദേശത്തിൽ ഉഴലുകയാണ്, അവരുടെ വഴി അടഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ശത്രു പറയുന്നുണ്ട്. നിങ്ങളെ നോക്കി പല മനുഷ്യരും ഇങ്ങനെ പറയുന്നുണ്ടാകാം, എല്ലാം അടഞ്ഞിട്ടുണ്ട്, ഇനി ഉയരത്തില്ല. എന്തായി ഇവര് ദൈവത്തെ ആരാധിച്ചിട്ട്? ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ആ വാക്കുകളെ നിങ്ങൾ സ്വീകരിക്കരുത്. നിങ്ങളെ വിളിച്ച ദൈവം നിങ്ങൾക്ക് വേണ്ടിയുള്ള അത്ഭുത വാതിലുകൾ തുറക്കാൻ പോവുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു 35 ലക്ഷം ജനവും ഭയപ്പെടുകയും പിറുപിറുക്കുകയും ചെയ്യുമ്പോൾ വിളിച്ച മുൻപിൽ നിൽക്കുന്ന മോശ വിളിച്ചു പറയാണ്, അതിന് മോശ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന രക്ഷയെ നിങ്ങൾ കണ്ടുകൊള്ളുക. ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി നിങ്ങൾ ഒരു നാളും കാണത്തില്ല. ഇന്നും ആ ദൈവത്തിന് മാറ്റം വന്നിട്ടില്ല കേട്ടോ. വിളിച്ച ദൈവം നിങ്ങളെ വഴിയിൽ ഉപേക്ഷിക്കത്തില്ല. നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുത വഴി അവൻ തുറക്കാൻ പോവുകയാണ്. ഞാൻ ഇങ്ങനെ തന്നെ വിശ്വസിക്കുകയാണ്. എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വാതിലുകൾ തുറക്കാൻ പോവുകയാണ്. ആത്മാവിൽ എൻ്റെ കൂടെ ഒന്ന് പ്രതികരിക്കാൻ പറ്റുന്ന എത്ര പേരുണ്ട്? അറിയാം, ഞാൻ ഇങ്ങനെ തന്നെ പറയുകയാണ്. അറിയാം, മോശയെ പോലെ ഉറച്ചു നിൽക്കാൻ പറ്റുമെങ്കിൽ നിനക്ക് ഇതുവരെയും കാണാൻ പറ്റാത്ത ഒരു കിഴക്കൻ കാറ്റിൽ, ലോകത്തിന് ആർക്കും പറയാൻ പറ്റാത്തൊരു വഴി നിനക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. ഞാനിത് ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വലിയ ദൈവശക്തി, ദൈവ സാന്നിധ്യം അനുഭവിക്കുകയാണ്. എന്നെ കാണുന്ന കുടുംബങ്ങളെ നിങ്ങൾ നിരാശപ്പെടരുത്. എന്നെ കാണുന്ന പ്രിയരെ, ആ രോഗത്തിനകത്ത് നിങ്ങൾ തളർന്നു പോകരുത്. നിങ്ങൾ ബലപ്പെടുമെങ്കിൽ ഇപ്പോൾ ആ രോഗത്തെ നിങ്ങൾ ജയിക്കാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ സൗഖ്യം അനുഭവിക്കാൻ പോകുന്നു. നമ്മുടെ മേളിൽ വ്യാപരിക്കുന്ന ആത്മാവിന്റെ ശക്തിയെ തിരിച്ചറിയുക. കാരണം നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനാണ്. ഈ ലോകത്തിലെ എല്ലാ കഷ്ടങ്ങളെയും ജയിച്ചവന്റെ സാന്നിധ്യമാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അറിയാം, ഫറവോൻ കാണാത്ത വഴി, അറിയാം, ശത്രു കാണാത്ത വഴി ഇതാ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരികയാണ്. ഞാൻ ഈ തുടങ്ങിയ ചിന്തയിലേക്ക് ഒന്ന് വരികയാണ്. ഇതാ നിങ്ങൾ നോക്കണമേ, അവിടുത്തെ ബർബരന്മാർ മുഴുവൻ വിളിച്ചു പറയുകയാണ്, ഇവന് രക്ഷയില്ല കേട്ടോ, ഇവൻ ചത്തു വീഴാൻ പോവുകയാണ്. ലോകമോ മനുഷ്യനോ പറഞ്ഞതോ സാഹചര്യങ്ങൾ പറഞ്ഞതോ നിങ്ങൾ വിശ്വസിക്കരുത്. എൻ്റെ കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്നും അതിശയങ്ങൾ കാണാൻ പോവുകയാണ്. എൻ്റെ കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ
കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ അത്ഭുതങ്ങൾ കാണാൻ പോവുകയാണ്. ഞാനത് വിശ്വസിക്കുന്നു പ്രിയരെ. കർത്താവ് ഇന്നും ഈ മിനിസ്ട്രിയെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് മനുഷ്യൻ പറഞ്ഞ പാതയിലല്ല കേട്ടോ, ലോകം പറഞ്ഞ പാതയിലല്ല, ഹല്ലേലൂയ, സാഹചര്യങ്ങളിലല്ല ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പൗലോസ് പറയുന്നു, ഞങ്ങൾ കാഴ്ചയല്ല, ഞങ്ങൾ വിശ്വാസത്തിലാണ് നടക്കുന്നത്. ഞാൻ ഇപ്പോഴും ആഴമായി വിശ്വസിക്കുന്നു, എൻ്റെ ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഇപ്പോഴും ആഴമായി വിശ്വസിക്കുന്നു, ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലവർ സൗഖ്യമായി എഴുന്നേക്കാൻ പോവുകയാണ്, ചിലവരെ രോഗം മാറാൻ പോവുകയാണ്, ചിലവർക്ക് വേണ്ടി അടഞ്ഞ വാതിലുകൾ തുറക്കാൻ പോവുകയാണ്. ജീവിതത്തിനകത്തിൻ്റെ ഒരു വഴിയുമില്ല, എല്ലാ ജോലിയും അവസാനിച്ചു, മാർഗമില്ല, കുടുംബം തകർന്നു എന്നൊക്കെ പറയുന്നവർക്ക് ഇപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ നിനക്കൊന്ന് എഴുന്നേക്കാൻ പറ്റുമെങ്കിൽ, നീ ഒന്ന് ധൈര്യപ്പെടാൻ പറ്റുമെങ്കിൽ, ഇതാ യോശുവയോട് പറയാണ്, ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്റെ കൂടെയും ഇരിക്കും. ധൈര്യമായിരിക്കുക, ഉറപ്പോടെ ഇരിക്കുക. എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ പോകുന്നു. വിളിച്ച ദൈവം ഒരിക്കലും നിന്നെ തള്ളിക്കളയത്തില്ല. ഞാൻ ആ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, മനുഷ്യൻ കാണുന്നത് പോലെയല്ല ദൈവം നിന്നെ കാണുന്നത്. നിന്റെ ദുഃഖവേളയിൽ, നിന്റെ തകർന്ന അനുഭവത്തിനകത്ത് നിനക്ക് വേണ്ടി എൻ്റെ കർത്താവ് ഒരു വലിയ വഴി തുറക്കാൻ പോവുകയാണ്, ഒരു വലിയ അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. സ്വീകരിക്കാൻ പറ്റുന്നതിനുണ്ടെങ്കിൽ ഒരുമിച്ച് സ്വീകരിച്ചാട്ടെ. ദൈവത്തിൻ്റെ വലിയ കരം നിങ്ങൾ കാണാൻ പോവുകയാണ്, ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നിങ്ങൾ കാണാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവേ, ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇതൊരു അത്ഭുതത്തിൻ്റെ സമയമാക്കണമേ, ഇതൊരു ദൈവ പ്രവൃത്തിയാക്കണമേ അപ്പാ. കഥാവേ, ഇന്ന് ഞാൻ ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പൗലോസിന്റെ മേളിൽ വ്യാപരിച്ച അതേ അഭിഷേകം, പരിശുദ്ധാത്മാവിന് മാറ്റമില്ലല്ലോ പ്രിയരെ. നിങ്ങളുടെ ജീവിതത്തിനകത്തും ആത്മാവിൻ്റെ ശക്തി വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. സ്വീകരിക്കാൻ തയ്യാറാകുമോ? ദൈവം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, 5-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. 5-ാമത്തെ വാക്യം, അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു, ദോഷം ഒന്നും പറ്റിയില്ല. 6-ാമത്തെ വാക്യം, അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തുവീഴുകയോ ചെയ്യും എന്ന് വെച്ച് അവർ കാത്തുനിന്നു. വളരെ നേരം കാത്തുനിന്നിട്ടും അവന് ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ടിട്ട് മനസ്സു മാറി അവൻ ഒരു ദേവൻ എന്ന് പറഞ്ഞു. നിങ്ങൾ നോക്കേ, ആ തീയിലേക്ക് തൻ്റെ അകത്തുള്ള ബലത്തിൽ ആ ജന്തുവിനെ അവൻ കുടഞ്ഞു കളയുകയാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ രോഗത്തെ നിങ്ങൾക്ക് അവസാനിപ്പിക്കാൻ പറ്റും. അറിയാം, നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾ ബലപ്പെടുക. പൗലോസും ശീലാസും ആ കാരാഗ്രഹത്തിൽ ഒതുങ്ങുമെന്നാണ് അനേകർ ചിന്തിച്ചത്. പക്ഷേ ആ അർദ്ധരാത്രിയിലുള്ള ആരാധനയിൽ അവർ കാരാഗ്രഹത്തെ പൊളിച്ചു കളയുകയാണ്. നിങ്ങളുടെ മേളിലുള്ള ആത്മശക്തിയെ നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ നന്മകൾ കാണും, നിങ്ങൾ അത്ഭുതങ്ങളെ കാണും, നിങ്ങൾ ദൈവപ്രവൃത്തി കാണും. നമ്മുടെ കർത്താവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, പീലാത്തോസും അവിടെ നിന്ന് പരീശന്മാരും എല്ലാം ചിന്തിച്ചത്, വിരോധികൾ ചിന്തിച്ചത് അവൻ കല്ലറയിൽ ഒതുങ്ങുമെന്നാണ്. പക്ഷേ കല്ലറയിൽ നിന്ന് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് വന്നവൻ ഇന്നും ജീവിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു അത്ഭുതം നിങ്ങൾ പ്രതീക്ഷിക്കണം. പൗലോസ് കുടഞ്ഞു കളഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളുടെ വിഷയത്തെ ജയിക്കാൻ പോവുകയാണ്. ഇതാ അവിടെ നിന്ന് ബർബരന്മാർ കാത്തു നിന്ന് ഇവനിപ്പോൾ അവസാനിക്കുന്നു. പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അവർ മാറ്റി പറഞ്ഞു, ഇവൻ ദേവനാണ്. നിങ്ങളെ നോക്കി പറഞ്ഞവർ മാറ്റി പറയാനുള്ള ദിവസങ്ങൾ ഇതാ വരികയാണ്. നിങ്ങൾ പട്ടണത്തിന് അനുഗ്രഹമാകാൻ പോകുന്നു, നിങ്ങൾ നിങ്ങളുടെ സഭയ്ക്ക് അനുഗ്രഹമാകാൻ പോകുന്നു. ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു അത്ഭുതത്തെ സ്വീകരിക്കാൻ, നിങ്ങളിപ്പോൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഒരു അത്ഭുതത്തെ സ്വീകരിക്കാൻ നമ്മൾ ടെസ്റ്റ് മണിയിലേക്ക് വരികയാണ്. അതിനുശേഷം നമുക്ക് പ്രാർത്ഥിക്കാം. കടന്നു വന്നാട്ടെ. കർത്താവിൻ്റെ ജീവിതത്തിൽ ഇവിടെ ഞങ്ങളുടെ മുമ്പിൽ സാക്ഷ്യമായി ഇപ്പം കർത്താവ് എനിക്ക് ജീവിതത്തിൽ ഒരുക്കിയ ഭാഗ്യത്തിനായി നന്ദി സ്തുതിക്കുകയാണ്. കഴിഞ്ഞ ചില മാസത്തിന് ശേഷം ഞാൻ വേറൊരു കമ്പനിയിലായിരുന്നു. അവിടെ നിന്ന് ചില കാര്യത്തിൽ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. ജോലിയില്ലാതെ ഭാരപ്പെട്ടു. അപ്പോൾ ഞാൻ പാസ്റ്ററോട് പ്രാർത്ഥിച്ചു. വഴികളെല്ലാം എൻ്റെ മുമ്പിലെല്ലാം ബ്ലോക്കായിരുന്നു. അപ്പോൾ പാസ്റ്റർ 2 മാസങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞു, നീ ചർച്ചിൽ കണ്ടിന്യൂ ആയിട്ട് വരണം, ശനിയാഴ്ച വരണം, പ്രാർത്ഥിച്ചുരുങ്ങി വരണം. അപ്പോൾ പ്രതീക്ഷിക്കാതെ ഞാൻ എല്ലാ കമ്പനിയിലും മെയിലൊക്കെ അയച്ചെങ്കിലും പല സ്ഥലത്തും തന്നെ വിളിച്ചു. അപ്പം സാഹചര്യം കൊണ്ട് അതെല്ലാം ബ്ലോക്കായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നും പ്രതീക്ഷിച്ചതില്ല. അപ്പോൾ അപ്പോഴും എൻ്റെ പ്ലാനിങ് എല്ലാം വേറെ ആയിരുന്നു. അപ്പോൾ എന്നെ കമ്പനിയിൽ നിന്ന് അവിടുത്തെ HR ടൊയോറ്റയിൽ നിന്ന് എന്നെ ഇങ്ങോട്ട് വിളിച്ചു. ഇൻ്റർവ്യൂ പാസ്സായി, നീ ജോയിൻ ചെയ്യാം. അവർ തന്നെ ഇങ്ങോട്ട് എനിക്ക് റെക്കമെൻഡ് ചെയ്തു. എൻ്റെ ഫയലെല്ലാം ഓക്കെ ആക്കി. ഞാൻ ഒന്നും അറിഞ്ഞില്ല. കർത്താവ് എൻ്റെ ജീവിതത്തിലെല്ലാം തുറന്നുള്ള വഴികളെല്ലാം കർത്താവ് എനിക്ക് ഓപ്പൺ ആക്കി. ഇപ്പം ഒരാഴ്ചയായി ഞാനിപ്പോൾ ആ കമ്പനിയിൽ കയറിയിട്ട്. അപ്പോൾ അവിടുത്തെ കമ്പനിയിൽ നിന്ന് അങ്ങോട്ട് മാറ്റി അവിടുത്തെ സീനിയർ ടെക്നീഷ്യന്മാരുടെ കൂടെ അസിസ്റ്റ് ചെയ്യാനായിട്ട് കർത്താവ് എനിക്കിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ വലിയ ഭാഗ്യത്തിനെ ഞാൻ നന്ദിയോട് സ്തുതിക്കുകയാണ്. തുറന്ന് എൻ്റെ ജീവിതത്തിലേക്ക് പ്രാർത്ഥിക്കണമെന്ന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. ആമേൻ, ആമേൻ. അഭിഷേകന് കൊടുത്ത വിടുതലായിട്ട് ലഭിച്ച അനുഗ്രഹിക്കപ്പെട്ട ജോലിക്കായിട്ട് ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.
ഞങ്ങൾ എറണാകുളത്ത് മോൻ്റെ കൂടെ താമസിക്കാൻ വന്നപ്പോൾ എനിക്ക് നേരത്തെ 2-3 വർഷം മുമ്പ് ഞാൻ ബ്രദറിൻ്റെ അടുത്ത് മോന് ഞായറാഴ്ച ദിവസം ചർച്ചിൽ പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ബ്രദറിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ എല്ലാ ഞായറാഴ്ചയും മോന് പോകാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് ഭയങ്കര വിശ്വാസമായി. ഇപ്പോൾ ഞാൻ മോന് UK പോകണമെന്ന് പറഞ്ഞിരുന്നത് അത് ഭയങ്കര തടസ്സമായിരുന്നു. പിന്നെ ബ്രദറിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ ബ്രദർ പറഞ്ഞൊരു 3 മാസം നിങ്ങൾ മുടങ്ങാതെ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 മാസം മുടങ്ങാതെ വന്നു. മോന് UK മാൾട്ടയിൽ പോകാനുള്ള വഴികൾ തുറന്നു. ജോലി ഈ ആഴ്ച കിട്ടും, അതിനൊരു കാർഡ് കിട്ടണം, അതോടെ ജോലി കയറും. എല്ലാം ദൈവത്തിൻ്റെ സഹായമാണ്. ഇവിടെ വന്ന് ബ്രദർ പ്രാർത്ഥിച്ചതിൻ്റെ കുടുംബമായിട്ട് എല്ലാവരെയും നന്ദി പറഞ്ഞുകൊണ്ടും കർത്താവിന് നന്ദി പറയുകയാണ്. ഇന്ന് ആ മകൻ മാൾട്ടയിലെത്തി. ഹല്ലേലൂയ. ഒന്ന് കൈ ഉയർത്തി പിടിച്ചോണ്ടെന്ന് പറഞ്ഞു. നമ്മളിവിടെ ഞാൻ നന്ദി പറയിച്ചെന്നാണ് ഇത്രയും ലേറ്റായിട്ടും എനിക്ക് ഭയങ്കര ഉറപ്പാണ് ഈ വരുന്ന ചൊവ്വാഴ്ചക്കുള്ളിൽ ആ മകൻ്റെ ജീവിതത്തിൽ ഒരു ഭയങ്കര അത്ഭുതം കർത്താവ് ചെയ്യും. പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ പകൽക്കാലത്തിൽ ദൈവദാസനോടും ദൈവജനത്തോടും ഒപ്പം ഒരു സാക്ഷ്യം നൽകാൻ കർത്താവ് തന്ന വലിയ ഭാഗ്യത്തിനായി നന്ദി പറയുന്നു. ബുധനാഴ്ച ദൈവദാസൻ എന്നോട് പറഞ്ഞ് സാക്ഷ്യം പറയണമെന്ന്. മകളുടെ അഡ്മിഷന് വേണ്ടി ഞാൻ സൂമിലും പ്രാർത്ഥന സഹായം ചോദിച്ചായിരുന്നു. ദൈവദാസനോടും ദൈവജനത്തോടും ഒക്കെ പ്രാർത്ഥന സഹായം ചോദിച്ചു. ദൈവം സഹായിച്ച് അഡ്മിഷൻ എടുക്കാൻ സഹായിച്ചു. 2 ആഴ്ച അഡ്മിഷൻ എടുത്തിട്ട് ഇന്നലെ മെനിങ്ങാന്ന് സൂമിൽ പറഞ്ഞായിരുന്നു. നേരത്തെ ദേവദാസിലൂടെ കർത്താവ് സംസാരിച്ചായിരുന്നു, നിൻ്റെ തലമുറയുടെ വിദ്യാഭ്യാസം ഒക്കെ ദൈവം നോക്കിക്കോളുമെന്ന്. അതുപോലെ കർത്താവ് അതിനുള്ള സാമ്പത്തിക മേഖല 1-2 ഒന്നുമില്ലാത്ത സ്ഥാനത്ത് ദൈവം 1,00,000 രൂപ ഒരിടത്തുനിന്ന് തന്നു. അടുത്ത് അത് 60,000 രൂപ തരാമെന്ന് 2 ദിവസത്തിനുള്ളിൽ തരാമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങളും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഒത്തിരി അനുഗ്രഹങ്ങൾ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി നന്മകൾ എൻ്റെ ദൈവം എനിക്ക് ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം ഓർത്ത് ദൈവസന്നിധി താഴ്മയോടെ അക്കാരമൊന്ന് ഉയർത്തിപ്പിടിച്ച മകളുടെ അഡ്മിഷൻ്റെ വഴിയും സാമ്പത്തികം ഒരുക്കിയ ദൈവത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ആമേൻ. പ്രിയരെ, വചനവും ഈ സാക്ഷ്യവും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമോ? നിങ്ങൾ രോഗമുള്ള ഭാഗങ്ങളിലേക്ക് ഇപ്പോൾ കരം വെച്ചാട്ടെ. എല്ലാവിധത്തിലും തകർന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്നവരാരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം എൻ്റെ കർത്താവ് ചെയ്യാൻ പോവുകയാണ്. ഒരുമിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണമേ. ദൈവത്തിൻ്റെ വലിയ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുകയാണ്. കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇത് തകർന്നുപോയ അവസാനിച്ചു എന്ന് പറയുന്നവർക്ക് വേണ്ടിയുള്ള എഴുന്നേൽപ്പിൻ്റെ സമയമാണ്. ഇപ്പോൾ തന്നെ ദൈവപ്രവൃത്തികൾ സംഭവിക്കും. ഇതാ പുത്തനായ വാതിലുകൾ തുറക്കാൻ പോകുന്നു. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ഇവർക്ക് വേണ്ടി അത്ഭുത വഴികൾ അങ്ങ് തുറക്കണമേ. ഇവർക്ക് വേണ്ടി അത്ഭുതകരം അങ്ങ് വെളിപ്പെടുത്തണമേ. അപ്പാ, ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റിൽ തന്നെ ഈ മക്കൾക്ക് വേണ്ടി ഇതുവരെയും തുറക്കാത്ത ഇതുവരെയും കാണാത്ത വലിയ അത്ഭുതങ്ങൾ വെളിപ്പെട്ട് വരികയാണ്. കർത്താവെ, ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് തന്നെ ദൈവപ്രവൃത്തി എഴുന്നേൽക്കട്ടെ. ഒരത്ഭുതകരം ഇവർക്ക് വേണ്ടി വെളിപ്പെട്ട് വരട്ടെ. കർത്താവെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ കരം, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവർക്ക് വേണ്ടി വെളിപ്പെട്ട് വരികയാണ്. ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പാ, ദൈവത്തിൻ്റെ വലിയ കരം, ദൈവത്തിൻ്റെ വലിയ കൃപ ഇവർക്ക് വേണ്ടി ഇപ്പോൾ തുറന്നു വരുന്നതിനായി സ്തോത്രം. യേശുവേ, അങ്ങയുടെ അത്ഭുതകരത്തിനായി ഞാൻ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. വിടുതലുകൾ സംഭവിക്കുന്നതിനായി സ്തോത്രം. ദൈവപ്രവൃത്തികൾ എഴുന്നേറ്റ് വരുന്നതിനായി നന്ദി. കർത്താവേ, ഹല്ലേലൂയ. തകർന്നു പോയവർ, ഒറ്റപ്പെട്ടു പോയവർ, നുറുക്കപ്പെട്ടവർ, ഹല്ലേലൂയ, ജീവിതത്തിൽ എല്ലാ വഴിയും അടഞ്ഞു എന്ന് പറയുന്നവർക്ക് വേണ്ടി ഇപ്പോൾ അങ്ങയുടെ ആണിപ്പാടുള്ള കരം അങ്ങ് നീട്ടുന്നതിനായി സ്തോത്രം. ഒരത്ഭുതം എൻ്റെ ദൈവം ചെയ്യുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ രക്തത്തിലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ദൈവത്തിൻ്റെ വലിയ കരം ഇവർക്ക് വേണ്ടി വെളിപ്പെട്ടതിനായി സ്തോത്രം. വലിയ പ്രവൃത്തി വെളിപ്പെട്ടതിനായി സ്തോത്രം. ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പാ, ഇതൊരത്ഭുതത്തിൻ്റെ സമയമാകട്ടെ. ഇതൊരടയാളമായി തീരട്ടെ. കർത്താവിൻ്റെ കരം ഇവർക്ക് വേണ്ടി വെളിപ്പെട്ട് വരട്ടെ. യേശുവേ, അങ്ങയുടെ തിരുരക്തം ഇന്നെന്നെ കാണുന്ന ചിലവർക്ക് വേണ്ടി വെളിപ്പെടുന്നു. ഹല്ലേലൂയ. ഞാൻ മുരുകൻ എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. ആ മകന് വേണ്ടി അത്ഭുതമായ സൗഖ്യം ഇപ്പോൾ വെളിപ്പെട്ട് വരികയാണ്. ഹല്ലേലൂയ. കനകം എന്നൊരു സഹോദരിയെ കർത്താവ് കാണിക്കുന്നു. നിൻ്റെ കുടുംബത്തിനകത്ത് ഇതുവരെയും തുറക്കാത്ത വാതിലുകൾ തുറക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബം മുഴുവൻ തകർന്നു പോയ ഫിലിപ്പ് മാത്യുവിൻ്റെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. മനോജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ. കർത്താവെ, അങ്ങയുടെ കരം ഇതുവരെയും തുറക്കാത്തതുപോലെ ഇവർക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യുകയാണ്. ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് തന്നെ ഒരു ഭയങ്കര വലിപ്പം, ഒരു ഭയങ്കര ദൈവകൃപ ഇവരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരികയാണ്. കർത്താവെ, ഹല്ലേലൂയ. ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇതുവരെയും കാണാത്ത ചില
ചില വിടുതലുകൾ ഇപ്പോൾ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി വെളിപ്പെട്ട് വരട്ടെ അപ്പാ. പത്മോസിലായിരുന്ന യോഹന്നാന് വേണ്ടി അറിയാം, ഇതുവരെയും വെളിപ്പെടാത്തതുപോലെ ദൈവം വെളിപ്പെട്ടതുപോലെ ഈ കാണുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും അസാധാരണമായ വഴിത്തിരിവുകൾ സംഭവിക്കട്ടെ. ഇവരുടെ ജീവിതം ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ഉയർച്ചയായി തീരട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അവർ സൗഖ്യമാകട്ടെ. കടബാധ്യത ഉള്ളവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ട് വരട്ടെ അപ്പാ. കർത്താവെ, ജീവിതം മുഴുവൻ മദ്യപാനത്തിലും പ്രശ്നത്തിലും ജീവിതം തകർന്നു പോയവർക്ക് വേണ്ടി ഒരു അത്ഭുത വിടുതൽ ഇപ്പോൾ അയക്കണമേ അപ്പാ. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു വിടുതൽ വെളിപ്പെട്ടതിനായി നന്ദി, ഒരത്ഭുതം വെളിപ്പെട്ടതിനായി നന്ദി. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ, ആമേൻ. പ്രിയരെ, ഈ വചനവും ഈ പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. എന്നെ കേൾക്കുന്ന, എന്നെ കാണുന്ന ഓരോരുത്തരും വേഗത്തിൽ 811 എന്നുള്ള നമ്പറുകളിലേക്ക് വിളിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം അറിയിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ ഹല്ലേലൂയ, ഒരു കാര്യം പ്രത്യേകമായി ഓർപ്പിക്കുന്നു. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുകയാണ്. നിങ്ങളെയും ഞാൻ ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ വലിയ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരട്ടെ. അതേപോലെ യൂട്യൂബ് ചാനൽ കാണണമെന്ന് ഓർപ്പിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ, അനേക എപ്പിസോഡുകളും അതേപോലെ തന്നെ ഷോർട്ട് മെസ്സേജുകളൊക്കെ നിങ്ങൾക്ക് അതിനകത്തുണ്ട്. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കും, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരും. ഹല്ലേലൂയ. അതേപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകമായി ഓർപ്പിക്കുന്നു. ഈ എപ്പിസോഡുകൾക്ക് വേണ്ടി കരം നീട്ടാൻ പറ്റുന്നവർ കരം നീട്ടണമേ, സഹായിക്കണമേ. ഹല്ലേലൂയ. കൊല്ലത്ത് അനാഥർക്ക് വേണ്ടി, വഴിയരയിലൊക്കെ ഇരിക്കുന്നവർക്ക് വേണ്ടി ഒരു നേരത്തെ ഫുഡ് നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നു. നിങ്ങൾക്കും സഹായിക്കാൻ പറ്റുന്നവർ ചെയ്യണമേ. അതേപോലെ തന്നെ ഒരു കാര്യം ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ, നമുക്ക് കേരളത്തിൽ മിക്ക സ്ഥലങ്ങളിലും ആരാധന നടക്കുന്നു. ഹല്ലേലൂയ, പത്തനംതിട്ടയോ ഹല്ലേലൂയ അതേപോലെ തന്നെ ഇടുക്കിയോ എറണാകുളത്തോ തൃശ്ശൂരിലൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യണമേ. തിരുവനന്തപുരത്ത് കൊല്ലത്തൊക്കെ ഉള്ളവർ അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്തിട്ട് ഒരു മീറ്റിങ്ങിലെങ്കിൽ കടന്നു വരാൻ പറ്റുന്നവരുണ്ടെങ്കിൽ കടന്നു വന്നാട്ടെ. നിശ്ചയമായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. എങ്കിൽ അടുത്ത ദിവസം കാണും വരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.